അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. അപ്പോൾ നോട്ട് എഴുതാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ നോട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ്, കാൾപേഴ്സൺ കോഎഫിഷ്യൻ്റ് ഈസ് അപ്ലിക്കബിൾ വെൻ വേരിയബിൾസ് ആർ മെഷേർഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ഫോം. അല്ലേ, നമുക്ക് നമ്പേഴ്സ് ആയിട്ടാണ്, ക്വാണ്ടിറ്റി ആയിട്ടാണെങ്കിൽ തരുന്നതെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കാൾപിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാം. പക്ഷെ പല കേസിൽ നമുക്ക് ഒരിക്കലും മെഷർമെൻ്റ് ഒരിക്കലും എന്തായിട്ട് കിട്ടില്ല, ക്വാണ്ടിറ്റേറ്റീവ് ഫോമിൽ കിട്ടില്ല. നോക്ക്, ബട്ട് ഇൻ മെനി കേസസ് മെഷർമെന്റ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് ദേ ആർ ഇൻ ക്വാളിറ്റേറ്റീവ് നാട്ടോ. ഞാൻ എഴുതി തന്ന നോട്ടിലും അയച്ചു തന്ന നോട്ടിൽ ക്വാണ്ടിറ്റേറ്റീവ് എന്നായിരിക്കും. നിങ്ങളത് മാറ്റിയിട്ട് എന്താക്കണം, ഈ ക്വാണ്ടിറ്റേറ്റീവ് മാറ്റിയിട്ട് ക്വാളിറ്റേറ്റീവ് ആയിരിക്കണം. അതായത് പല കേസിലും നമുക്ക് തരുന്ന മെഷർമെന്റ് ക്വാളിറ്റേറ്റീവ് ഫോമിലായിരിക്കും. എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട് എന്താണ്, വി കാനോട്ട് മെഷർ ദ ബ്യൂട്ടി ഓർ ഇന്റലിജൻസ് ക്വാണ്ടിറ്റേറ്റീവ്ലി. അല്ലേ, അപ്പോൾ നോക്കുക, ഒരാളൊരു പിക്ചർ വരച്ചു, അത് എത്രത്തോളം ബ്യൂട്ടി ഉണ്ട്, അതായത് എത്രത്തോളം ഇന്റലിജൻസ് ഉണ്ട്, നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാണ്ടിറ്റേറ്റീവ്ലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു നമ്പർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ക്വാളിറ്റി അല്ലേ. ബട്ട് ഇറ്റ് മേ ബി പോസിബിൾ ഇൻ ദെയർ കേസ് ടു റാങ്ക് ദ ഇൻഡിവിജ്വൽസ് ഇൻ സം ഓർഡർ. അപ്പോൾ നമ്മൾ റാങ്ക് കൊടുക്കൂലേ, ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് എന്നൊക്കെ പറയുന്ന പോലെ റാങ്ക് അല്ലേ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അപ്പോൾ നമ്മൾ ഒരു ഡ്രോയിങ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അതിന് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് പൊസിഷൻ സെക്കൻഡ് പൊസിഷൻ തേർഡ് പൊസിഷൻ അങ്ങനെയാണ് ചെയ്യുക അല്ലേ. ഓക്കെ, നോക്കാം, ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ റാങ്ക്സ് സോ ഒബ്റ്റെയിൻഡ് ഈസ് കോൾഡ് റാങ്ക് കോറിലേഷൻ. നമ്മൾ അങ്ങനെ റാങ്കിൻ്റെ കോറിലേഷൻ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്, റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, therefore rank correlation is the correlation obtained from ranks instead of their ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ്. അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് അനുസരിച്ചിട്ടല്ല നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഇവിടെ കോറിലേഷൻ കണ്ടുപിടിക്കുന്നത് അതിൻ്റെ റാങ്ക് അനുസരിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ഇതാരാ ഈ ഒരു മെത്തേഡ് കണ്ടുപിടിച്ച റാങ്ക് കോറിലേഷൻ? സ്പിയർമാൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്രയും നോട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും, ഇക്വേഷനും ഇത്രയും നോട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലേ, ഇക്വേഷനും എഴുതിയിട്ടുണ്ടായിരിക്കും. ഈ നോട്ട് അയച്ചു തന്ന നോട്ടാണ് കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നോക്ക്, ഇവിടെ ഇക്വേഷൻ എന്താണ്, 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഡി എന്ന് പറയുന്നത് എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ റാങ്ക്സ് ആൻഡ് n നമ്പർ ഓഫ് ഐറ്റംസ്, എത്ര ഐറ്റം അതാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം നോക്ക്, ദ റാങ്കിങ് ഓഫ് 10 ഇൻഡിവിജ്വൽസ് അറ്റ് എ സ്റ്റാർട്ട് ആൻഡ് അറ്റ് ദ ഫിനിഷ് ഓഫ് എ കോഴ്സ് ഓഫ് എ ട്രെയിനിങ് ആർ ആസ് ഫോളോസ്. അതായത് ആ ഒരു ട്രെയിനിങ്ങിൻ്റെ മുൻപും ശേഷമുള്ള റാങ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. കാൽക്കുലേറ്റ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്. സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യന്. നോക്ക്, ഇവിടെ റാങ്ക് ആണ് തന്നിട്ടുള്ളത്, കണ്ടുപിടിക്കാൻ എന്താ പറഞ്ഞിട്ടുള്ളത്, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ മനസ്സിലായ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരിക എന്നുള്ളത്, റാങ്ക് തരും, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കാണാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് പ്രത്യേകം പറയൂ കേട്ടോ ഏത് മെത്തേഡാണ് എന്നുള്ളത്. ഇവിടെ റാങ്ക് ആണ്, നോക്ക്, റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, റാങ്ക് ബിഫോറും റാങ്ക് ആഫ്റ്ററും. അപ്പോൾ ഞാനിവിടെ റാങ്ക് ബിഫോർ എന്നുള്ളത് എഴുതി, റാങ്ക് ആഫ്റ്റർ എന്നുള്ളതും എഴുതിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് റാങ്കിൻ്റെ ഡിഫറൻസ് ഇവിടെ നോക്ക്, ഫസ്റ്റ് റാങ്ക് എത്രയാണ്, 1 ആണ്, പിന്നെയോ 6 ആണ്, 1 6 അല്ലേ, റാങ്ക് ഡിഫറൻസ് 5. അപ്പം നിങ്ങളിങ്ങനെ ആലോചിക്കും, 1 മൈനസ് 6 മൈനസ് 5 അല്ലേ, അത്രയൊന്നും നോക്കണ്ട, ഇവർ തമ്മിൽ എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി കേട്ടോ, അത്ര നോക്കിയാൽ മതി, മൈനസ് ഒന്നും കൊടുക്കണ്ട. റാങ്കിൻ്റെ വ്യത്യാസം എത്ര ഉണ്ട്, 5 ഉണ്ട്, അതാണ് ഇവിടെ കൊടുത്തത്. ക്ലിയർ ആയോ? അപ്പം നിങ്ങൾ ഇങ്ങനെ ആലോചിക്കരുത്, 1 മൈനസ് 6 മൈനസ് 5 അല്ല, അങ്ങനെ ചിന്തിക്കരുത്. റാങ്ക് ഡിഫറൻസ് എന്നാ പറയുന്നത്, രണ്ടാളും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. 1 6 തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ട്, 5. പിന്നെ 6 8 എത്ര വ്യത്യാസം ഉണ്ട്, 2. 3 3 വ്യത്യാസമൊന്നുമില്ല, 0. 9 2 എത്ര വ്യത്യാസം ഉണ്ട്, 7. 5 7 എത്ര വ്യത്യാസം ഉണ്ട്, 2. 2 10 എത്ര വ്യത്യാസം ഉണ്ട്, 8. 7 5 എത്ര വ്യത്യാസം ഉണ്ട്, 2. 10 9 എത്ര വ്യത്യാസം ഉണ്ട്, 1. 8 4 എത്ര വ്യത്യാസം ഉണ്ട്, 4. 4 1 എത്ര വ്യത്യാസം ഉണ്ട്, 3. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്നറിയോ, ഇനി റാങ്ക് ഡിഫറൻസ് ഇവിടെ കണ്ടുപിടിച്ചു അല്ലേ, അതാണ് റാങ്ക് ഡിഫറൻസിനെ ഡി എന്ന് പറയുന്നത്.
ഇനി ഡി സ്ക്വയർ കാണും. അതായത് ഈ തന്നിട്ടുള്ള ഓരോന്നിൻ്റെ സ്ക്വയർ 5ൻ്റെ സ്ക്വയർ 25, 2ൻ്റെത് 4, 0ൻ്റെ 0, 7ൻ്റെ സ്ക്വയർ 49, 2ൻ്റെ 4, അങ്ങനെ എല്ലാത്തിൻ്റെയും സ്ക്വയർ ആണ് ഇവിടെ കണ്ടുപിടിച്ചത്. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? എല്ലാ ഡി സ്ക്വയറും സം ചെയ്യാം. 176 എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഡി സ്ക്വയർ സം ചെയ്യുക അല്ലേ? സമ്മേഷൻ ഡി സ്ക്വയർ എത്രയാണ്? 176. ഓക്കെ, സമ്മേഷൻ ഡി സ്ക്വയർ 176. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എഴുതാം, ഈ ഒരു ടേബിളും വരയ്ക്കാം. ക്വസ്റ്റ്യൻ എഴുതാം, ഈ ഒരു ടേബിളും വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യനും ആൻസറും എഴുതിയിട്ടുണ്ടാവും. അത്ര എഴുതിയില്ലേ? അപ്പോൾ നമുക്ക് അത് കിട്ടി. ഇനി റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഓക്കെ, അതിൽ സിഗ്മ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ഡി സ്ക്വയറിനെയും സം ചെയ്ത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 176 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ആരെയും കൂടെ കിട്ടണം. n എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? n എന്താണ്? തൊട്ട് മുന്നേ നമ്മൾ എഴുതിയില്ലേ? നമ്പർ ഓഫ് ഐറ്റംസ്. നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എണ്ണി നോക്കുക, ഇവിടെ എത്ര ഇൻഡിവിജ്വൽ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. മനസ്സിലായി? ഈ മൊത്തം എണ്ണരുത് കേട്ടോ, മൊത്തം എണ്ണരുത്. എന്താണ്? എത്ര ഇൻഡിവിജ്വൽ ഉണ്ട്? 10 ആളേ ഉള്ളൂ. 10 ആള് പിന്നെ മാർക്ക് മുൻപും ശേഷം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. മനസ്സിലായില്ലേ? ബിഫോർ ആഫ്റ്റർ. എത്ര ആൾക്കാരുണ്ട്? 10 ആൾക്കാരുണ്ട്. അപ്പോൾ ഈ എന്നിൻ്റെ സ്ഥാനത്ത് എന്താ കൊടുക്കേണ്ടത്? 10 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 1 മൈനസ് 6 അതേപോലെ എഴുതി. സിഗ്മ ഡി സ്ക്വയർ എല്ലാ ഡി സ്ക്വയറിനെയും സം ചെയ്തത് 176. n എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു n സ്ക്വയർ. n പറഞ്ഞാൽ 10 ആണെങ്കിൽ n സ്ക്വയർ എന്താ വരിക? 100 മൈനസ് 1. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? 1 മൈനസ് ഇതെല്ലാം ചെയ്തിട്ടൊരു ആൻസർ കിട്ടും. 1 മൈനസ് 1.07 കിട്ടുന്ന ആൻസർ എത്രയാണ്? മൈനസ് 0.07. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക, ഇതും കൂടെ എഴുതാം കേട്ടോ, ഇത്ര ഭാഗം കൂടി എഴുതാം. ഓക്കെ, കിട്ടിയില്ലേ? ഇത് എഴുതാം കേട്ടോ. ഓക്കെ, ഇനി അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇവിടെ. ഇൻ ആൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 2 judges rank 10 competitors in following order. അതായത് 10 ആളുകളുണ്ട്, 1, 2, 3 അങ്ങനെ 10 ആളുകളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ജഡ്ജ് കൊടുത്ത റാങ്കാണ് ഇവിടെ, രണ്ടാമത്തെ ജഡ്ജ് കൊടുത്ത റാങ്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഈസ് ദെയർ എനി കോൺകോർഡൻസ് ബിറ്റ്വീൻ 2 judges? രണ്ട് റാങ്കുകൾ തമ്മിൽ എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. അപ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾ നേരത്തെ ചെയ്ത് അതേപോലെ ചെയ്യാം. അപ്പം നമുക്കിവിടെ ഓൾറെഡി റാങ്ക് തന്നിട്ടുണ്ടല്ലേ, സുഖമാണ്. കിട്ടുന്ന ആൻസർ 0.25 ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അതേപോലെ ഈ ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ദ റാങ്കിങ് ഓഫ് 10 സ്റ്റുഡൻസ് ഇൻ 2 സബ്ജക്റ്റ് A and B are as follows. റാങ്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ഈ റാങ്ക് കോറിലേഷനും കൂടെ കണ്ടുപിടിക്കുക. 56ഉം 57ഉം ക്വസ്റ്റ്യന്. വീഡിയോ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ നിങ്ങളുടെ വർക്കാണ് കേട്ടോ, ഇത് ചെയ്ത് നോക്കാം. ഓക്കെ.